ഹലോ ഫ്രണ്ട്സ്, ഹൗ ആർ യു? എല്ലാവരും ഓക്കെ അല്ലേ? ഞാൻ പുതിയൊരു ഡിഷാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പാസ്ത വിത്ത് ഫെത്ത ചീസ്. ഓക്കെ, ഇതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടത് നമുക്ക് നോക്കാം. ചെറി ടൊമാറ്റോ, ഫ്രഷ് ബേസിൽ ലീവ്സ്, ഡ്രൈ ബേസിൽ പൗഡർ, ബ്ലാക്ക് പെപ്പർ പൗഡർ, ഗാർലിക്, ഒലിവ് ഓയിൽ, പാസ്ത. ഞാനിവിടെ സ്പെഗഡിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ചോയ്സാണ്, ഏത് പാസ്ത വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആൻഡ് ഫെത്ത ചീസ്. നമുക്കിതെല്ലാം ഒരു പൈറക്സിലേക്ക് മാറ്റാം. ആദ്യം നമുക്ക് കഴുകി വെച്ച നമ്മുടെ ചെറി ടൊമാറ്റോസ് ഈ പൈറക്സിലേക്ക് ആഡ് ചെയ്യാം. അതിനോടൊപ്പം ഗാർലിക് നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കഴുകി വെച്ച ബേസിൽ ലീവ്സ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഡ്രൈ ബേസിൽ പൗഡർ ഉണ്ട്, അത് ഇതിലേക്ക് ഹാഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഫെത്ത ചീസ്, ഇതിന് മുകളിൽ ബാക്കി നമ്മുടെ ബാലൻസ് ഉള്ള ഡ്രൈ ബേസിൽ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മീതെ നമുക്ക് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഓൾറെഡി 180 ഡിഗ്രിയിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പൈറക്സ് ഡയറക്റ്റ് അതിലേക്ക് വെക്കാം. ഇതിൻ്റെ കുക്കിംഗ് ടൈം വരുന്നത് 25 to 30 മിനിറ്റാണ് വരുന്നത്. അപ്പോൾ അതവിടെ റെഡി ആവട്ടെ. നമുക്ക് പാസ്ത ബോയിൽ ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. പാസ്ത ബോയിൽ ചെയ്യാൻ ഓൾറെഡി ഞാൻ വെള്ളം ആദ്യം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഏകദേശം എന്തായെന്ന് നോക്കാം. വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം, കുറച്ച് സാൾട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒലിവ് ഓയിൽ ആഡ് ചെയ്യുന്നത് നമ്മുടെ പാസ്ത സ്റ്റിക്കി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ 1/2 ടീസ്പൂൺ സാൾട്ട് യൂസ് ചെയ്താൽ മതി, കാരണം നമ്മുടെ ഫെത്ത ചീസിൽ സാൾട്ട് ഉള്ളതാണ്. ഓക്കെ, ഇത് കുക്ക് ചെയ്ത് വരാനുള്ള സമയം 7 to 8 മിനിറ്റാണ്. അതുവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ തിളച്ചു, നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കതിനെ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഓവനിലുള്ള ഡിഷ് ഏകദേശം സമയമായിരിക്കുന്നു. നമുക്കതൊന്ന് നോക്കാം. അത് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കതിനെ പുറത്തേക്ക് എടുക്കാം. ഇതിന് നല്ലതുപോലെ ടൊമാറ്റോയും ചീസും സ്മാഷ് ചെയ്യണം. നല്ലതുപോലെ സ്മാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ പാസ്ത ആഡ് ചെയ്യണം. കുറേശ്ശെയായിട്ട് ആഡ് ചെയ്യാം. പാസ്ത ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ആക്കണം. പാസ്തയും ടൊമാറ്റോ ചീസ് എല്ലാം നല്ല മിക്സായി വരണം. മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. നമ്മുടെ ചെറി ടൊമാറ്റോ, ചീസ് ആൻഡ് ബേസിൽ ലീവ്സ് എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ഫ്ലേവറാണ്. നമുക്കിത് എല്ലാം നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ചെറിയൊരു ഗാർണിഷ് ചെയ്യാം അതിലേക്ക്. ഇത് ഗ്രീസിലെ ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഞാൻ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.